ഹായ് ഡിയേഴ്സ്, 2025 നീറ്റ് എക്സാമിനേഷനായി ഒരുങ്ങുന്ന വിദ്യാർത്ഥികളോടാണ് സംസാരിക്കാനുള്ളത്. വളരെ നേരത്തെ തന്നെ സൈലത്തിൻ്റെ റിപ്പീറ്റർ പ്രോഗ്രാമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഹൈബ്രിഡ് ലേണിങ്ങിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വർഷം വളരെ റിഫൈൻഡ് ആയിട്ടാണ് ഹൈബ്രിഡ് സിസ്റ്റം സൈലം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പം നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റത്തിലെ ആദ്യത്തെ സെഷൻ തന്നെ ഡേ 0 എന്ന് പറഞ്ഞിട്ട് ഫിസിക്സിന് ആവശ്യമായ, ഫിസിക്സ് മാത്രമല്ല കെമിസ്ട്രി ബയോളജിക്ക് ആവശ്യമായ എല്ലാ ബേസിക് കണ്ടന്റുകളും 8th 9th 10th +1 +2 വേണ്ട ഒരു റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് അറിഞ്ഞിരിക്കേണ്ട എല്ലാ അതിൻ്റെ പുറകിലുള്ള ബേസിക് കോൺസെപ്റ്റുകളൊക്കെ പഠിപ്പിച്ചിട്ടാണ് ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് ഫിസിക്സ് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ വളരെ വൈകിട്ടാണ് ഫിസിക്സ് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഫിസിക്സ് NCERT വായിക്കണമോ, NCERT ക്വസ്റ്റ്യൻസ് ചെയ്യണോ എന്നൊക്കെ പിള്ളേർ അന്വേഷിച്ച് തുടങ്ങുന്നത് വളരെ വൈകിയാണ്. അപ്പോൾ എക്സാമിന് ഒരു 2-3 മാസം ഉള്ള സമയത്ത് ആണ് ഫിസിക്സ് എങ്ങനെയാണ് സാർ പഠിക്കുക എന്നൊക്കെ പിള്ളേർ ചോദിച്ചു വരാറ്. നിങ്ങൾ ഈ ശ്രദ്ധ തുടക്കത്തിലേ എടുത്തിട്ടുണ്ടെങ്കിൽ, തുടക്കത്തിലേ നിങ്ങൾ വളരെ പ്ലാൻഡ് ആയിട്ട് ഫിസിക്സിനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നീറ്റിൽ ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള സബ്ജക്റ്റാണ് ആക്ച്വലി ഫിസിക്സ്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ തുടക്കത്തിലേ നമ്മൾ അതിൻ്റെ കൃത്യമായ രീതിയിൽ ഫിസിക്സ് പഠിച്ചു തുടങ്ങാം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഫിസിക്സ് എങ്ങനെ പഠിക്കണം? ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നിങ്ങൾക്കറിയാം, തലേ ദിവസം നിങ്ങൾ ഹോസ്റ്റലിൽ ഇരുന്നിട്ട് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്സ് കൃത്യമായി ഒരു ഫാക്കൾട്ടിയുടെ ഹെൽപ്പോട് കൂടി നമ്മുടെ വീഡിയോ ക്ലാസ്സുകളൊക്കെ കണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കോൺസെപ്റ്റൊക്കെ ക്ലിയർ ആക്കി പഠിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററായ +2 ഫസ്റ്റ് ചാപ്റ്ററായ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു ടോപ്പിക്ക് പഠിക്കണം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഡേ 1 ഹൈബ്രിഡിൽ ഡേ 1 ചാർജിൻ്റെ ബേസിക് പ്രോപ്പർട്ടി, കൂളോംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ് വരെയാണ് ഡേ 1 നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പറയുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ MCQs ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് വഴി നമ്മൾ DPPയിൽ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലത്തിൽ നമ്മളത് സെറ്റ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ വീഡിയോ ക്ലാസ്സിൽ ഒരു ടോപ്പിക്ക് പറയുന്നു, അതിൽ നിന്നും ഫ്രെയിം ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആ വീഡിയോ ക്ലാസ്സിൽ ഓരോരോ എക്സാമ്പിളായിട്ട് ചെയ്തു പോകുന്നു. പിന്നെ അടുത്ത ടോപ്പിക്ക് കൂളോംസ് ലോ ആണെങ്കിൽ കൂളോംസ് ലോ പഠിപ്പിക്കുന്നു. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചാർജ് ഷെയറിങ്ങിൻ്റെ പ്രോബ്ലം, ഡിസ്റ്റൻസ് മാറ്റുന്ന പ്രോബ്ലം, അതുപോലെ ഫോഴ്സിൽ ഒരു ഡയലക്ട്രിക് മീഡിയത്തിൽ ഈ ചാർജുകൾ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് ഫോഴ്സിലുണ്ടാകുന്ന ചേഞ്ച്, അത്തരത്തിലുള്ള എല്ലാ വെറൈറ്റി ടൈപ്പ് പ്രോബ്ലത്തിൻ്റെയും എക്സാമ്പിൾസ് ഇങ്ങനെ ചെയ്തു പോകുന്നു. ഇത് വീഡിയോ ക്ലാസ്സിൽ ഒരു അധ്യാപകൻ അത് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് അതിൽ ആദ്യത്തെ 1-2 സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങളൊന്ന് സ്വയം സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ വീഡിയോ ഒന്ന് പൗസ് ചെയ്ത് ഒന്ന് ബാക്കി ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. കാൽക്കുലേഷൻ പാർട്ടൊക്കെ ഒന്നിൽ കൂടുതൽ തവണ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഒരു പ്രോബ്ലം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്, കുറച്ച് നമ്പേഴ്സൊക്കെ വെട്ടിക്കളയുന്നത് നിങ്ങൾക്ക് കാണാം, ചില പവേഴ്സൊക്കെ റീഅറേഞ്ച് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഒരു ടീച്ചർ അത് വീഡിയോ ക്ലാസ്സിൽ അത് ചെയ്യുമ്പോൾ അത് കണ്ടതിൻ്റെ ശേഷം പൗസ് ചെയ്തിട്ട് അതേ പ്രോബ്ലം ഒന്നും കൂടെ ചെയ്യുക. അത് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ചെയ്യുക. അപ്പോൾ ഒരു പ്രോബ്ലം ശരിക്കും മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ അതൊന്ന് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ രൂപത്തിൽ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകുന്നു. എല്ലാ വെറൈറ്റി ക്വസ്റ്റ്യൻസും DPPക്കകത്തുണ്ട്. DPP അല്ലാതെ മറ്റൊരു ക്വസ്റ്റ്യൻസിന് വേണ്ടി മറ്റൊരു സോഴ്സ് നിങ്ങൾ തിരഞ്ഞു പോകേണ്ടതില്ല. നിങ്ങൾ കണ്ടതാണ്, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ടോപ്പേഴ്സൊക്കെ 700-ന് മേലെ മാർക്ക് സ്കോർ ചെയ്ത 716 മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് പോലും പറഞ്ഞത് DPP അല്ലാതെ മറ്റൊരു മെറ്റീരിയൽ ആ കുട്ടി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എന്തിനു സംശയിക്കണം, എന്തിന് പേടിക്കണം? DPP മാത്രം ചെയ്താൽ മതി. മറ്റ് ബുക്കുകളോ മറ്റ് ടോപ്പിക്കുകളോ മറ്റ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസോ തിരഞ്ഞു പോകാതിരിക്കലാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിലെ വീഡിയോ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. വേണമെങ്കിൽ അതേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മുടെ DPPയിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട്. വീഡിയോ ക്ലാസ്സിൽ ചെയ്യുന്ന ചോദ്യം നിങ്ങൾക്ക് DPPയിൽ കാണാം. അതിൻ്റെ താഴെ അത് സോൾവ് ചെയ്യാനുള്ളൊരു സ്പേസും ഉണ്ട്. അപ്പോൾ വീഡിയോ ക്ലാസ്സിൽ ആ സാർ അത് സോൾവ് ചെയ്യുമ്പോൾ അതേ സൊല്യൂഷൻ നിങ്ങൾ നോക്കി എഴുതുകയല്ല വേണ്ടത്. ടീച്ചർ അത് സോൾവ് ചെയ്യുന്നത് കാണുമ്പോൾ ആ സ്റ്റെപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്വയം ചെയ്യുക വേണ്ടത്. ഒരിക്കലും കോപ്പി റൈറ്റിംഗ് എന്ന പ്രോസസ്സ് അല്ല അവിടെ നടക്കേണ്ടത്. നിങ്ങൾ സ്വയം ചെയ്യുമ്പോൾ അത് നിങ്ങൾ കൈകൊണ്ട് എഴുതുന്നത് അതൊരു 1 ടൈം സ്റ്റഡിയാണ്. അപ്പോൾ നിങ്ങൾ ആ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് പോകുന്നു. അങ്ങനെ നിങ്ങൾക്ക് അതിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ആ ടോപ്പിക്ക് റെഫർ ചെയ്യുന്നു. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് NCERT എടുത്ത് തുറന്നിട്ട് NCERTയിൽ ഈ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് സോൾവ്ഡ് എക്സാമ്പിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് തുറന്നു നോക്കിയാൽ ഒരു ചാപ്റ്ററിലെ ഓരോരോ ടോപ്പിക്ക് കഴിയുമ്പോൾ ചില ടോപ്പിക്സിന് ശേഷം സോൾവ്ഡ് എക്സാമ്പിൾ, അതായത് ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ സൊല്യൂഷനും കൊടുത്തിട്ടുണ്ടാവും. സൊല്യൂഷനോട് കൂടിയ ആ ഡിസ്കഷനെയാണ് നമ്മൾ സോൾവ്ഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കൂളോംസ് ലോനെ ബേസ് ചെയ്തിട്ട് സോൾവ്ഡ് എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ ഒരു ടോപ്പിക്കിൻ്റെ സോൾവ്ഡ് എക്സാമ്പിൾ NCERT കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ടോപ്പിക്ക് NCERT അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ NCERTയിൽ സോൾവ്ഡ് എക്സാമ്പിൾ ഉള്ള എല്ലാ ടോപ്പിക്സും നീറ്റിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എൻ സി ആർ ടിയിൽ, അതിനെക്കുറിച്ച് സോൾവ്ഡ് എക്സാമ്പിൾസ് ഒന്നുമില്ല, നേരെ അടുത്ത ടോപ്പിക്കിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ടോപ്പിക്കിന് അത്ര പ്രയോറിറ്റി എൻ സി ആർ ടി കൊടുക്കുന്നുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം സോൾവ്ഡ് എക്സാമ്പിൾസ് വരുന്ന ടോപ്പിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഡി പി പിയിൽ ഇത്രയും ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം എൻ സി ആർ ടി എടുത്ത് തുറന്നിട്ട് അതിലെ ഹെഡിങ്ങുകളും ഹെഡിങ്ങിന് താഴെ വരുന്ന എക്സാമ്പിൾസും ഒക്കെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇറ്റ്സ് നോട്ട് കമ്പൽസറി. ബയോളജി പോലെ നിങ്ങൾ എൻ സി ആർ ടി ലൈൻ ബൈ ലൈനായിട്ട് വായിക്കേണ്ട ഫിസിക്സ്, പക്ഷേ സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പോയിന്റ്സ് സംശയം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ അധ്യാപകനോട് ചോദിക്കാമല്ലോ. അപ്പോൾ ആ ടോപ്പിക് ഡി പി പിയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് എൻ സി ആർ ടിയിൽ മറച്ചു നോക്കിയിട്ട് ആ ടോപ്പിക്കിൽ എൻ സി ആർ ടിയിൽ ഏതെങ്കിലും സോൾവ്ഡ് എക്സാമ്പിൾ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്ത് നോക്കിയേക്കുക. ചിലപ്പോൾ ആ സോൾവ്ഡ് എക്സാമ്പിൾ ഡി പി പിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആ സോൾവ്ഡ് എക്സാമ്പിൾ നാളത്തെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. മാക്സിമം സോൾവ്ഡ് എക്സാമ്പിളൊക്കെ നമ്മുടെ ഡി പി പിക്ക് അകത്തുണ്ട്. എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് പോലും നമ്മുടെ ഡി പി പിക്ക് അകത്തുണ്ട് മാക്സിമം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ചിലത് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ആ മോഡൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളത് ആദ്യമായിട്ട് അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടൈം കാണുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്വസ്റ്റ്യൻ സോൾവ്ഡ് എക്സാമ്പിൾ എൻ സി ആർ ടിക്ക് അകത്തുള്ള സോൾവ്ഡ് എക്സാമ്പിൾ സോൾവ് ചെയ്യാനുള്ള ആ ഒരു കണ്ടന്റും കൂടെ ഡി പി പിക്ക് അകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത്രയാണ് നിങ്ങൾ തലേ ദിവസം ഹോസ്റ്റലിൽ നിന്ന് ചെയ്യേണ്ടത്. ഡൗട്ടുകൾ നോട്ട് ചെയ്യുന്നു, വീഡിയോ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് പല ആവർത്തി ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. എത്ര ആവർത്തി ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്റ്റുഡൻസ് ആണ്. ചില ആളുകൾക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും, ചില ആളുകൾ 1-2 തവണ ചെയ്യുമ്പോഴായിരിക്കും അത് മനസ്സിലായിട്ടുണ്ടാവുക. അപ്പോൾ അപ്പുറവും ഇപ്പുറവും ഉള്ള വിദ്യാർത്ഥികൾ, നിങ്ങളുടെ കൂടെയുള്ള കുട്ടികൾ എത്ര തവണ ചെയ്യുന്നോ എന്ന് നിങ്ങൾ നോക്കരുത്. കാരണം ആ കുട്ടിയുടെ കപ്പാസിറ്റിയും ഗ്രാസ്പിംഗ് പവറും സോൾവിങ് സ്കില്ലും നിങ്ങളുടെ സോൾവിങ് സ്കില്ലും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. ആ കുട്ടി 4-5 തവണ ചെയ്യുമ്പോഴായിരിക്കും ആ കുട്ടിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് 2 തവണ ചെയ്യുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ആ 2 times is enough for you. അപ്പോൾ മറ്റുള്ള കുട്ടികളെ നോക്കരുത്. നിങ്ങൾക്ക് സ്വയം ആ ചോദ്യം എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോ അതിനനുസരിച്ച് വേണം നിങ്ങൾ അത് ചെയ്ത് നോക്കാൻ. ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ നിങ്ങൾക്കത് 100% അങ്ങോട്ട് ക്ലിയർ ആയില്ല, അപ്പോൾ ഒന്നും കൂടി ചെയ്ത് നോക്കുക. ഇപ്പോൾ 2ാം പ്രാവശ്യം ചെയ്തപ്പോൾ ക്ലിയർ ആയി. വേറെ ചില ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ 2 തവണ ചെയ്തിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് ക്ലിയർ ആവുന്നില്ലെങ്കിൽ 1 തവണ കൂടെ ചെയ്യാം. അപ്പോൾ ആ രൂപത്തിൽ മൾട്ടിപ്പിൾ ടൈംസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഡൗട്ടുകളൊക്കെ നോട്ട് ചെയ്ത് എൻ സി ആർ ടി വായിക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ടോപ്പിക്സുകളൊക്കെ നോക്കി സോൾവ്ഡ് എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അതും ചെയ്ത് സെറ്റായിട്ട് അടുത്ത ദിവസം നിങ്ങൾ നമ്മുടെ ക്യാമ്പസിലേക്ക് വരുന്നു. അപ്പോൾ ഹൈബ്രിഡിൻ്റെ സെക്കൻഡ് ഫേസ് ആയ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടൊരു എക്സാം നടക്കുന്നു. ആ എക്സാമിലുള്ള ചോദ്യങ്ങൾ ഫ്രഷ് ആയിട്ട് നമ്മൾ വായിച്ച് നോക്കി ആ ക്വസ്റ്റ്യനിൽ എന്താണ് ഐഡിയ പറഞ്ഞത്, ഇത് ഇന്നലെ പഠിച്ച കോൺസെപ്റ്റുമായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു, ഒന്ന് സോൾവ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഹൈബ്രിഡിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ മറ്റൊരു അധ്യാപകൻ വരുന്നു. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വീണ്ടും നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. ഇപ്പോൾ 2 ടീച്ചേഴ്സ് ഒരേ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരേ മെറ്റീരിയലാണ്, ഒരേ ഡയഗ്രാംസ് ആണ്, ഒരേ ഫിഗേഴ്സ് ആണ്, ഒരേ സ്ട്രക്ചറാണ്, ഒരേ കണ്ടന്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്കിലും 2 അധ്യാപകൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ വ്യത്യസ്തമായ ആംഗിളുകളിൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഇന്നലെ പഠിച്ചതുമായിട്ട് മാച്ച് ആവുന്ന രൂപത്തിലാണോ ക്ലാസ്സുകൾ പോകുന്നത്, എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അങ്ങനെ വരുമ്പോൾ അത് അപ്പം തന്നെ അധ്യാപകനോട് ചോദിച്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച ഡൗട്ടുകളും ചോദിച്ച് ഈ ഡി പി പിക്ക് അകത്ത് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യേണ്ട ചോദ്യങ്ങളുണ്ടാവും. അതും അധ്യാപകൻ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യണം, അധ്യാപകൻ എഴുതിയത് കോപ്പിറൈറ്റ് ചെയ്യാതെ സ്വയം സോൾവ് ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് മാറണം. ഇങ്ങനെ പയ്യെ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ, നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഒരു മെത്തേഡിൽ പഠിക്കുമ്പോൾ 1-2 ദിവസം ആ മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്കത് റിസൾട്ട് കാണുന്നില്ല, നിങ്ങളത് എക്സ്പെക്ട് ചെയ്യരുത്. നിങ്ങൾ ഇതേ മെത്തേഡിൽ തുടർച്ചയായി ഒരു 10-15 ദിവസം ഒരു 1-2 ചാപ്റ്റർ കഴിയുന്നവരെ നിങ്ങൾ ക്ഷമയോടുകൂടി ഈ രൂപത്തിൽ ചെയ്യുക. നിങ്ങൾക്ക് അസാധ്യമായ മാറ്റം നിങ്ങൾക്ക് ശരിക്കും അനുഭവപ്പെടും. നിങ്ങൾ വേഗത്തിൽ സോൾവ് ചെയ്യാൻ തുടങ്ങും, സ്പീഡ് കൂടാൻ തുടങ്ങും. അപ്പോൾ അതിനിടയിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ അത് അധ്യാപകനോട് ചോദിച്ച് അത് എവിടെയെങ്കിലും എഴുതി വെക്കുക. അതേ സ്റ്റെപ്പ് വേറൊരു പ്രോബ്ലത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരില്ല, കാരണം നമ്മൾ ഡേ 0 അത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എൻ സി ആർ ടി എടുത്ത് തുറന്നിട്ട് എൻ സി ആർ ടിയുടെ സോൾവ്ഡ് എക്സാമ്പിൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. പിന്നെ എക്സസൈസിലെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. അത് മുഴുവൻ നിങ്ങൾ ചെയ്തു നോക്കുക. ആ എക്സസൈസിലെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ക്യാമ്പസിൽ വരുമ്പോൾ നമ്മൾ ഡൗട്ട് ബോക്സിൽ വെച്ച് ടീച്ചേഴ്സിനോട് അതിൻ്റെ ഡൗട്ടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ, ഇത് ഞാൻ പറയുന്നത് അഡീഷണൽ ആണ്, ഒന്നും കൂടെ നമ്മൾ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. അഡീഷണലി സമയമുണ്ടെങ്കിൽ എൻ സി ആർ ടിയിലെ പോയിന്റ്സ് ടു പോണ്ടർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിലൊരു ചാപ്റ്ററിന് 5-6 പോയിന്റ്സ് ഉണ്ടാവും, മാക്സിമം ഒരു 10 പോയിന്റ്സ് ഉണ്ടാവും. അതൊന്ന് വായിച്ചു നോക്കുക. പ്രോബ്ലം ഒന്നുമല്ല, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ഇനി അതിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളത് വലിയൊരു വിഷയമാക്കി എടുക്കണ്ട. മനസ്സിലായാൽ നിങ്ങൾക്ക് അത്രയും കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി വരും. ഈ രൂപത്തിൽ നിങ്ങളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയതിനു ശേഷം, അതായത് നമ്മളെ ഡി പി പിയിലെ ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ രണ്ടും കൂടെ കൂട്ടിയാൽ
ഏകദേശം 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത്രയും ക്വസ്റ്റ്യൻസും എൻ സി ആർ ടിയുടെ സോൾഡ് എക്സാമ്പിളും എൻ സി ആർ ടിയിലെ എക്സസൈസും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് PYQs ആണ്. 2015-16 മുതൽ 2023 വരെയുള്ള ആ പെർട്ടിക്കുലർ ചാപ്റ്ററത്തെ എല്ലാ നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം ഒരു ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം. ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാവൂ. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാനുള്ള സമയം, കൃത്യമായ സമയം വിനിയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോഴേ ഫോളോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാവും. ഫിസിക്സിൽ 180 ഔട്ട് ഓഫ് 180 തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തുടക്കത്തിൽ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് ഫിസിക്സിൽ പാലിക്കേണ്ട ഒരു രീതികൾ. ഈ രൂപത്തിൽ നിങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. ഒരു 2-3 മാസം കഴിയുമ്പോൾ, അതായത് ഒരു 5-6 ചാപ്റ്റേഴ്സ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവും. വളരെ കൺസെപ്ഷ്യൽ ക്ലാരിറ്റിയും ന്യൂമറിക്കൽ സ്കില്ലും പ്രോബ്ലം കാണുന്ന സമയത്ത് അതിൻ്റെ കണ്ടന്റ് കണക്ട് ആവാനുള്ളൊരു സ്പോണ്ടേനിറ്റി ഇതൊക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ആവും. പക്ഷേ അത് വളരെ സ്ലോ ആയിട്ടാണ് ഡെവലപ്പ് ആവുക. ചെറുതായിട്ടുള്ള സ്റ്റെപ്സ് ഓരോ ദിവസവും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഈ വർഷത്തെ, അതായത് 2025 നീറ്റ് എക്സാമിനേഷനിൽ ഫിസിക്സിൽ 180 ഔട്ട് ഓഫ് 180 ആണ് നമ്മുടെ ടാർഗറ്റ്. അതിൽ കുറഞ്ഞൊന്നും നമ്മൾ ആഗ്രഹിക്കരുത്, അതിൽ കുറഞ്ഞൊന്നും നമ്മൾ സ്വപ്നം കാണരുത്. അത് നേടിയെടുക്കാനുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് സൈലം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. സോ ഈ ഒരു ഏർലി സ്റ്റേജിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ രൂപത്തിൽ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. നമുക്ക് പിന്നൊരിക്കൽ കാണാം.